ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കിഡിലൻ കോംബോ റെസിപ്സ് ആണ് കേട്ടോ. കമീറും മയോണൈസ് ചിക്കൻ കറിയും ശരിക്കും ലൈഫിൽ ഒരു തവണയെങ്കിലും കഴിക്കേണ്ട ഒരു കോമ്പിനേഷൻ തന്നെയാണ്. ശരിക്കും നമുക്ക് പാർട്ടികളിലൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കമീറിലേക്കുള്ള മാവ് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 3 കപ്പ് അളവിൽ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ മെഷറിംഗ് കപ്പ് 250 ml മെഷറിംഗ് കപ്പിലാണ് 3 കപ്പ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1.5 ടീസ്പൂൺ ഈസ്റ്റ്. ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തത് കൊണ്ട് ഡയറക്റ്റ് പൊടിയിൽ തന്നെയാണ് ഇട്ടിട്ട് റെഡിയാക്കുന്നത്. അഥവാ നിങ്ങൾ ഡ്രൈഡ് ഈസ്റ്റ് ആണെങ്കിൽ സെപ്പറേറ്റ് പൊങ്ങാൻ വേണ്ടി വെക്കണേ. പിന്നെ ഇത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. പാൽപ്പൊടി നിർബന്ധമായിട്ട് ചേർക്കാൻ നോക്കണേ, കാരണം ആ ഒരു കറക്റ്റ് ഫ്ലേവറും കാര്യങ്ങളും കിട്ടണമെങ്കിൽ ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നിർബന്ധമാണ് കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂണിൽ കുറവായിട്ട് ഏലക്ക പൊടിയാണ് കേട്ടോ. അതായത് 1/4 ടീസ്പൂണിൻ്റെ 1/2 ടീസ്പൂണിൻ്റെ ഇടയിലായിട്ടും മതി, ഓവർ ചേർക്കാൻ നിൽക്കണ്ട, അപ്പോൾ പണി കിട്ടും. അടുത്തത് വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ കറുത്ത എള്ളാണ്. ഇത് നിർബന്ധമായിട്ട് ചേർക്കണേ. അടുത്തത് പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അഥവാ മുട്ട ഇഷ്ടമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്ര ഐറ്റംസ് ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ ഐറ്റംസും എല്ലാ സൈഡിലും പൊടിയുടെ എത്തണം. അപ്പോൾ ഇതുപോലെ മിക്സ് ആക്കുക. അപ്പോൾ ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ പിന്നെ 1 കപ്പ് അളവിൽ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം തന്നെ ഫുൾ ഒഴിക്കട്ടെ, ലാസ്റ്റ് ഞാൻ കറക്റ്റ് അളവ് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പാലെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇളം ചൂടുള്ള പാൽ തന്നെ എടുക്കുക കേട്ടോ. കാരണം ഓവർ ചൂടാവാനും പാടില്ല, എന്നാൽ ഒട്ടും തണുത്ത പാലെടുക്കാനും പാടില്ല. കാരണം നമുക്ക് ഈസ്റ്റ് ആക്റ്റീവായിട്ട് കിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇളം ചൂടുള്ള പ്രത്യേകം എടുക്കുക. അപ്പോൾ ഒരിക്കൽ ഞാൻ ഇതുപോലെ കുഴച്ചതിന് ശേഷം ബാക്കിയുള്ളത് മൊത്തത്തിൽ ഒഴിച്ചിട്ട് കുഴക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് അളവ് ഞാൻ പറഞ്ഞിട്ട് എത്രത്തോളം എടുത്തതെന്നുള്ളത്. അഥവാ പാൽ ഇത്രക്കാര്യം ഇഷ്ടമില്ലാന്നുണ്ടെങ്കിലും ഒരു 1/2 കപ്പൊക്കെ പാലെടുത്തിട്ട് ബാക്കി ഇളം ചൂടുള്ള വെള്ളം എടുത്താലും മതി കേട്ടോ. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യുക. പക്ഷെ പാൽ വേണം അത്യാവശ്യം, എന്നാൽ ആ ഒരു കറക്റ്റ് ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ നമ്മുടെ ബ്രെഡിന്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത് ചപ്പാത്തി മാവിൽ ഒരല്പം ലൂസായിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. ഓവർ ടൈറ്റായിട്ട് ഹാർഡായിട്ട് കുഴച്ചെടുത്താൽ അത്ര നന്നായിട്ട് കിട്ടില്ല. അങ്ങനെ ഇത്രയും കുഴച്ചെടുത്തതിന് ശേഷം കയ്യിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് മാവിലൊന്ന് നന്നായിട്ട് പുരട്ടിയിട്ട് ഒന്ന് കുഴക്കുക കേട്ടോ. ഓവർ കുഴക്കാനല്ല, നമ്മുടെ മാവ് ഡ്രൈ ആവാതിരിക്കാൻ എല്ലാ ഭാഗത്തേക്കും ഓയിലൊന്നും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ആക്കുമല്ലോ, അങ്ങനെ മാത്രം. ഇത്രയും മതി. അപ്പോൾ നമ്മുടെ മാവ് കുഴച്ചെടുത്തിട്ട് എന്നിട്ട് ആ കൈ കൊണ്ട് തന്നെ ഒന്ന് ആ ഒരു നമ്മുടെ ബൗളിൻ്റെ സൈഡൊക്കെ ഒന്ന് തടവി കൊടുക്കുക കേട്ടോ. കാരണം മാവ് പൊങ്ങി വരുന്ന സമയത്ത് ആ ഒരു പാത്രത്തിലൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്ത് ഇപ്പോൾ നമ്മുടെ മാവൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്, നല്ല ടൈറ്റായിട്ട് തന്നെ. ഇനിയിപ്പോൾ നമുക്ക് മാവ് ഡബിൾ സൈസായിട്ട് പൊങ്ങുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നല്ല ചൂടുള്ള ക്ലൈമറ്റൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ടൊക്കെ പൊങ്ങുക കേട്ടോ. അല്ലെങ്കിൽ തണുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2-3 മണിക്കൂർ വെക്കുക. നോക്കുക എത്രത്തോളം പൊങ്ങി വരാൻ ടൈമുണ്ടോ അതിനനുസരിച്ച് വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിന് ഞാൻ കോമ്പിനേഷനായിട്ട് ചിക്കൻ മയോണൈസ് കറിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചെയ്തതാണ് ബട്ടൂരിയുടെ കൂടെയൊക്കെ. അപ്പോൾ എന്തായാലും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ വീഡിയോ കാണാൻ നിൽക്കണ്ട. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ ഒന്നുകൂടി ജസ്റ്റ് സ്പീഡായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 3 മീഡിയം വലുപ്പമുള്ള സവാള ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കേണ്ടത്. എങ്കിൽ കറിക്ക് നല്ല കൊഴുപ്പുണ്ടാകും കേട്ടോ. ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു സമയത്ത് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ, കൂടുതൽ വേണ്ട, കാരണം നമ്മൾ ലാസ്റ്റത്തിൽ മയോണൈസൊക്കെ ചേർക്കുന്നതാണ്. ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ സവാള നമുക്ക് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാനായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിനെ അടച്ച് വെച്ച് കൊടുക്കുക. ഇനി സവാള വാടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം.
ഇപ്പോൾ ഇതാ നമ്മുടെ സവാള ഉണ്ടല്ലോ അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ഉണ്ട വെളുത്തുള്ളി മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്, പക്ഷേ ചെറിയ സൈസ് വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ഓവർ വേണ്ട ഇതിലേക്ക്. പിന്നെ ഏകദേശം ഒരു 5-6 പച്ചമുളക്, കാരണം വേറെ എരിവിന് നമ്മൾ കുരുമുളക് പൊടി മാത്രമേ കുറച്ച് ഇടുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ പച്ചമുളക് അത്യാവശ്യം എടുക്കാൻ നോക്കുക കേട്ടോ. പിന്നെ വേണ്ടത് ഒരു കുഞ്ഞു പീസ് അളവിൽ ഇഞ്ചിയൊന്നും ഒരുപാട് കൂടണ്ട, എല്ലാം കുറച്ച് കുറച്ച് മതി. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് നല്ലപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതുപോലെ വാട്ടിയെടുത്തതിന് ശേഷം പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് അധികം വേണമെന്നുണ്ടെങ്കിൽ അധികം എടുക്കുക കേട്ടോ. പിന്നെ 1.5 ടേബിൾ സ്പൂൺ സോയ സോസാണ് ചേർക്കുന്നത്. പിന്നെ 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ ഫ്ലെയിം നന്നായിട്ട് കുറക്കണം കേട്ടോ, അല്ലെങ്കിൽ സോസൊക്കെ പെട്ടെന്ന് കരിഞ്ഞിട്ട് ആ ഒരു ഫ്ലേവർ വരും. അപ്പോൾ ഇതാ നന്നായിട്ട് എന്നിട്ടൊന്ന് മിക്സാക്കി ഒന്ന് വാട്ടിയെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഉപ്പ് ചേർക്കുന്ന ടൈമിൽ കുറച്ചേ ചേർക്കാൻ പാടുള്ളൂ, കാരണം സോസിലൊക്കെ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച് വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 750 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലുപ്പമൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കട്ടാക്കി എടുക്കുക. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത്. അപ്പോൾ ഇതുപോലെ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ സവാള മസാല കാര്യങ്ങളൊക്കെ ചിക്കനിലും കൂടി പിടിച്ച് കിട്ടട്ടെ. അപ്പോൾ 1-2 മിനിറ്റോളം നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നല്ലപോലെ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കരുത് ഈ ഒരു ചിക്കൻ കറിയിലേക്ക്, കാരണം എന്താണെന്ന് വെച്ചാൽ ചിക്കൻ തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും, നല്ല തിക്കായിട്ടുള്ള കറിയായിരിക്കും ഇത്, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതുപോലെ അടച്ച് വെച്ചിട്ട് ചിക്കൻ നന്നായിട്ട് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ അവസ്ഥ നോക്കിയാൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഒഴിച്ചിട്ടില്ല അല്ലേ, അത്യാവശ്യം വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് ഇടയ്ക്കൊന്ന് നിങ്ങൾ അടപ്പ് തുറന്നിട്ട് മിക്സ് ആക്കണേ, കാരണം എന്താ വെച്ചാൽ അടിക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ പറഞ്ഞല്ലോ സ്പീഡായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക്, കാരണം ഓൾറെഡി ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തത്, അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കണ്ട, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം ഈ വെള്ളം കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ, ഇത്ര ഗ്രേവി വേണ്ട, കാരണം ഇത് തിക്കായിട്ടുള്ളൊരു കറി, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ആക്കി ഞാൻ ഇനിയിപ്പോൾ ഇതൊന്ന് വെള്ളം വറ്റിച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വെള്ളം വറ്റിച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. എന്നിട്ട് ശേഷം മാത്രമേ മയോണൈസ് ചേർക്കാൻ പാടുള്ളൂ, ചൂടോടെ തന്നെ ചേർക്കരുതേ. അപ്പോൾ കറി അവിടുന്ന് ചൂടാറട്ടെ. ആ ഒരു ടൈമിൽ നമ്മുടെ മാവ് കണ്ടില്ല അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി സെറ്റായി വന്നിട്ട് നല്ലപോലെ ആരൊക്കെ എടുത്ത് ഇനിയിപ്പോൾ ഒന്ന് പതുക്കെ കുഴച്ചെടുക്കുക കേട്ടോ, ഓവർ ബലം കൊടുത്ത് കുഴക്കണം, ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ കുഴച്ചതിന് ശേഷം നമ്മുടെ ഇതിൽ നിന്ന് കുറച്ചൊരു വലുപ്പമുള്ള സൈസ് ബോളാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ, കാരണം കുറച്ച് കട്ടിയിലല്ലേ നമ്മളിതിൽ പരത്തിയെടുക്കുക കമീറ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ ഒരു വലുപ്പമുള്ള ബോളാണ് ഞാൻ എടുത്തിട്ടുള്ളത്, കാരണം ഓവർ നേരിയതാക്കേണ്ട, എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബട്ടൂരിയുടെ ആ ഒരു തിക്നെസ് പരത്തിയെടുക്കാനുള്ളത്, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ മാവ് ഇതുപോലെ എടുക്കുമല്ലോ പരത്താൻ വേണ്ടിയിട്ട്, ആ ഒരു ടൈമിൽ ബാക്കി വരുന്ന മാവ് ഇതുപോലെ അടച്ചു വെച്ചിട്ട് തന്നെ വെക്കണേ, അല്ലെങ്കിൽ മാവ് പെട്ടെന്ന് ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ. എന്നിട്ട് ഇതുപോലെ ബോർഡിൽ കുറച്ച് പൊടി ഇട്ടിട്ട് ഞാൻ ഇതുപോലെ പരത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ ഞാൻ പരത്തിയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് എടുക്കട്ടെ, കാരണം നമ്മൾ നോർമൽ ബട്ടൂരിക്കൊക്കെ പരത്തിയെടുക്കുന്ന പോലെ തന്നെ. ഇനിയിപ്പോൾ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം, മീൻസ് വട്ടത്തിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കുക, കോണായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് നമ്മൾ നോർമൽ ബട്ടൂരിയൊക്കെ ഈസി ആയിട്ട് കട്ട് ചെയ്യുമല്ലോ ആ ഒരു ഷേപ്പിൽ. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിൽ തന്നെ നിർബന്ധമായിട്ട് വേണമെങ്കിൽ ഉള്ളു നല്ല സ്പോഞ്ചി ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ ഇത്രയും മതി. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു കമീറിന് ലോല എന്നും പേര് പറയും കേട്ടോ. അപ്പോൾ ലോല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ചീനച്ചട്ടിയിൽ ഞാൻ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ഓരോ കമീറായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ പരക്കെ ഇടണ്ട, കാരണം നന്നായിട്ട് ഇത് വീർത്ത് വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്പേസ് വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെ രണ്ടെണ്ണമായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മുകളിൽ എണ്ണ ഇതുപോലെ തട്ടി കൊടുക്കുന്നതിനനുസരിച്ച് കണ്ടില്ല അത്യാവശ്യം നന്നായിട്ട് വീർത്ത് വരും കേട്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ്, ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുത്താൽ മതി കേട്ടോ, ഓവർ കറുപ്പിക്കാൻ നിൽക്കണ്ട.
എന്തോ ഒരു പ്രത്യേക ഫ്ലേവറായിട്ടാണ്, നമ്മുടെ ബട്ടൂരി പോലെയേ അല്ല കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു നല്ലൊരു ഫ്ലേവറാണ്, പ്രത്യേകിച്ചും ചൂടോടെ ചായയുടെ കൂടെ തനിയെ കഴിക്കുന്നത് ശരിക്കും ഒരു സ്നാക്കായിട്ട് സെർവ് ചെയ്യാം. കറി വേണമെന്നില്ല. പിന്നെ നമ്മുടെ മലയാളികൾക്ക് എന്തിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാനൊരു കോംബോ ആയിട്ട് നിങ്ങൾക്ക് ഡിന്നറിനോ അല്ലെങ്കിൽ പാർട്ടി സ്പെഷ്യലൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റമായിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കോംബോ ആയിട്ട് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഇതാ ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു കളറിൽ തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ കറി കണ്ടില്ല, നല്ലപോലെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് തന്നെ ആക്കി എടുക്കണേ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മയോണൈസ് ചിക്കൻ കറിയാണ്. നമുക്കിതിലേക്ക് മെയിനായിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റ് കൊടുക്കുന്നത് മയോണൈസാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 ചെറിയ സൈസ് മുട്ടയുടെ മയോണൈസാണ് അടിച്ചെടുത്തിട്ടുള്ളത്. നല്ല തിക്കായിട്ട് തന്നെ ഇതുപോലെ അടിക്കാൻ നോക്കുക കേട്ടോ, എങ്കിലേ ആ ഒരു കറിക്കും നല്ല കൊഴുപ്പുണ്ടാവുള്ളൂ. എന്നിട്ട് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കേണ്ട പരിപാടിയേ ഉള്ളൂ. നമ്മുടെ കറിയും കൂടി റെഡിയായി കേട്ടോ. അപ്പോൾ നല്ലപോലെ ചൂടാറിയിട്ട് തന്നെ ഒഴിക്കുക, കാരണം മയോണൈസ്. അപ്പോൾ ഇതുപോലെ മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കറിയും റെഡിയായി കേട്ടോ. ഈ ഒരു തിക്നെസ് തന്നെ ആക്കിയിട്ട് എടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് സെർവ് ചെയ്യേണ്ട പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കമീർ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ആക്കി നോക്കണം, കാരണം വെറുതെ പറയില്ല. കറുത്ത എള്ളൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഒരു ഭയങ്കര ഫ്ലേവർ ഉണ്ട് കേട്ടോ ഈ ഒരു സ്നാക്കിൽ, കമീർ അല്ലെങ്കിൽ ലോല. അപ്പോൾ ഞാൻ ഇതാ കറിയും കൂടി സെർവ് ചെയ്യുന്നുണ്ട്. നല്ല തിക്കായിട്ടുള്ള മയോണൈസ് ചിക്കൻ കറി, സൂപ്പർ കോമ്പിനേഷൻ. എനിക്ക് പേഴ്സണലി ഈ ഒരു കോംബോ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ആരെങ്കിലും ഇങ്ങനെ ട്രൈ ആക്കിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല, കാരണം കമീർ പലരും തനിയെ ചായക്ക് കഴിക്കുക ചെയ്യാറ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇങ്ങനെ കോംബോ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തന്നതേ ഉള്ളൂ. അപ്പോൾ ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എന്തായാലും പാർട്ടികളിലൊക്കെ സ്റ്റാർ ആവട്ടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു ഗിഫ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്കും കൂടി. അപ്പോൾ എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് HPLUS എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്കിങ്ങും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പാക്കിംഗ് അല്ലേ. നമുക്കൊരു ഹാമ്പറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇവരുടെ. അപ്പോൾ എന്താ ഐറ്റം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മളെല്ലാവരും ഒട്ടുമിക്ക ആളുകളും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ, പ്രൈഡ് ഡ്രസ്സാണ്. അപ്പോൾ എനിക്ക് 2 എണ്ണം അവർ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതുപോലൊരു പ്രിൻറ്റഡ് വന്നിട്ട്, അപ്പോൾ ആ ഒരു പ്രൈഡ് ഡ്രസ്സ് ഇട്ടിട്ടുള്ള ആ ഒരു പൗച്ച് കാണാൻ തന്നെ എന്ത് ക്യൂട്ടല്ല, നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോമ്പിനൊക്കെ നമ്മൾ മിക്ക ആളുകളും കൊടുക്കുമല്ലേ പ്രൈഡ് ഡ്രസ്സൊക്കെ ഗിഫ്റ്റായിട്ടും അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ, ഇവർ ആംബറായിട്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഇത് കോട്ടണിലാണ് കേട്ടോ വന്നിട്ടില്ല, പക്ഷെ നല്ല പ്രിൻറ്റഡ് മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഓൾ ഇൻ വൺ ആണ് കേട്ടോ. അതായത് കുപ്പായം മക്കനും ഒക്കെ ജോയിൻ്റ് ആയിട്ട് വരുന്ന ഒരൊറ്റ പീസാണ് ഇത് വരുന്നത്. സാധാരണ നമ്മൾ കുപ്പായം വേറെ മക്കനെ വേറെ ആക്കിയിട്ടല്ലേ ഇടാറുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവിൽ വന്നിട്ട് ഈ ഒരു എലാസ്റ്റിക് കൊടുത്തിട്ട് ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ സ്ലീവ് താഴ്ന്നു പോകുന്ന പ്രശ്നവും അങ്ങനത്തെ ഒന്നും വരില്ല. അപ്പോൾ നല്ല ഭംഗിയില്ല, നല്ല കളർ കോംബോ ആണ് കേട്ടോ എനിക്ക് വന്നിട്ടില്ല, നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യുക കേട്ടോ. കസ്റ്റമൈസേഷൻ ചെയ്തിട്ട് ഇവർ ചെയ്തു തരും. സ്ലീവിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തണോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ചെയ്തു തരും, ഏത് ടൈപ്പ് മെറ്റീരിയൽ വേണ്ടെങ്കിലും. അതുപോലെ തന്നെ അടുത്തത് വന്നിട്ട് എനിക്ക് ഈ ഒരു വൈറ്റ് കളറിലാണ്. വൈറ്റിൽ ചെറിയൊരു ഡോട്ട് അങ്ങനെ കാണാൻ മാത്രമല്ല ഒരു ചെറിയൊരു ഗ്ലിറ്റർ ഡോട്ട് വരുന്നതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതും കാണാൻ വേണ്ടിയിട്ട്. അതിൽ ബ്ലാക്ക് ലേസ് വർക്കാണ് വരുന്നത്. അതുകൊണ്ട് നല്ല കോംബോ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഈ ഒരു മോഡലിലാണ് വന്നിട്ട് എലാസ്റ്റിക് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ കസ്റ്റമൈസേഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അവർ ചെയ്തൊരു ഏത് മെറ്റീരിയൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി പറയാനൊന്നുമില്ല കേട്ടോ, അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി മെറ്റീരിയൽ. പിന്നെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഈസി ടു ഹാൻഡിലാണ് കേട്ടോ. പെട്ടെന്ന് എന്താ പറയുക അലക്കി കഴിഞ്ഞാൽ ഉണങ്ങുന്ന ടൈപ്പ് മെറ്റീരിയലുമാണ്. അതുപോലെ തന്നെ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാനും നല്ലതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ 2 സ്ക്രഞ്ചീസ് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റേതായ മെറ്റീരിയലിൽ തന്നെ സ്ക്രഞ്ചീസും കൂടി സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ HPLUSൻ്റെ ഇൻസ്റ്റാ പേജിൻ്റെ ഡീറ്റെയിൽസും അവരുടെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഒന്ന് കയറി ചെക്ക് ചെയ്ത് ഫോളോ ചെയ്ത് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, പർച്ചേസ് ചെയ്ത് നോക്കുക കേട്ടോ. വെറുതെ പറയല്ല, നല്ല നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ഐറ്റം അല്ലേ, ഈ ഗിഫ്റ്റ് അല്ലേ ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇന്നത്തെ ഗിഫ്റ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം ഷെയർ കൊടുക്കാനൊക്കെ മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്